119 സങ്കീർത്തനം അങ്ങനെ വാക്യമായിട്ട് വായിച്ച് അതിനെ ധ്യാനിച്ചു പോവുകയാണ്. അതിന് 8 വചനങ്ങളായിട്ട് അതിനെ വേർതിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് ബേത്ത് എന്നാണ് അതിൽ ആദ്യത്തെ ഇതിൽ തന്നെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നല്ല നടപ്പ്, അതാണ് നല്ല നടപ്പ്. അപ്പോൾ ഒരു അതിൻ്റെ തുടർമാനമായിട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു നല്ല നടപ്പിനെ കുറിച്ച് എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അതിനെ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് നമുക്കൊരു അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് ചിന്തിച്ച് എൻ്റെ ഒന്നാമത്തെ ഇതിൽ തന്നെ എൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. 2 രീതിയിലാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, ഒരു ചോദ്യമാണ്. ഈ ബാലൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളെല്ലാം ഈ പിള്ളേരെ നോക്കും തിരിഞ്ഞ്. പിള്ളേർ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ആരാ? മക്കളാണ്, ബാലനാണ്. ഞാൻ ബാലശിക്ഷ കഴിക്കുക അത്ര ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ദൈവം ശിക്ഷിക്കുന്നത് വലിയ ഒരു ശിക്ഷയാണെങ്കിൽ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ദൈവം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്താ ചെയ്യുന്നത്? ബാലശിക്ഷയാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ. ഈ വാക്യത്തിന് അനുബന്ധമായിട്ട് പലരും ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പിള്ളേരുടെ അടുത്താണ്, കൊച്ചു പിള്ളേരുടെ അടുത്താണ് പോയിട്ട്. നമ്മളെല്ലാവരും മുമ്പ് പറഞ്ഞ പോലെ ദൈവസന്നിധിയിൽ ആരാണ്? പിള്ളേരാണ്. എന്നാൽ നമ്മൾ ക്രമപ്പെടുത്തേണ്ട ചില വിധങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്നാണ് അതിൻ്റെ താഴത്തേൽ പറഞ്ഞിരിക്കുന്നത്. നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പലതും സൂക്ഷിക്കാൻ പറ്റും. പല വഴികളിലും നമുക്ക് നടക്കാതെ ജീവിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഒരു വാക്യം വായിച്ചിട്ട് മുന്നോട്ട് പോവാം. എക്ലേഷ്യൻസ് 11:9, അതായത് പ്രസംഗിയുടെ പുസ്തകം, സഭാപ്രസംഗി 11:9 ഒന്ന് വായിച്ച് അത് വായിക്കുമ്പം യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്റെ ന്യായവിസ്താരത്തിന്മേലേക്ക് വരുത്തും. അപ്പോ ആദ്യം സഭാപ്രസംഗി പറയുകയാണ്. എന്താണ് പറയുന്നത്? ആദ്യ 2-3 കാര്യങ്ങളൊക്കെ ഈ പോകുന്ന ചിലർ പറയല്ലേ, മാതാപിതാക്കൾ പറയല്ലേ, പോകുന്ന വഴിക്ക് അങ്ങ് പൊക്കോട്ടെ ഞങ്ങൾ വിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവസന്നിധിയിൽ ഒരു ന്യായവിസ്താരമുണ്ട്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ആ പോയ പോലെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ പറ്റുന്നത് എന്ത് പറ്റുമെന്നറിയോ? ആ ന്യായവിധിയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നാം കണക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് വചനത്താൽ നമ്മെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ സൂക്ഷിക്കും. കാരണം അവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങളിൽ ഇനിയൊരു വാക്യമുണ്ട്. അതിൻ്റെ 6:20 വായിച്ച്. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുത്. അത് എല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചുകൊള്ളുക, നിന്റെ കഴുത്തിൽ അതിനെ കെട്ടിക്കൊള്ളുക. അപ്പോൾ അപ്പന്റെ അമ്മയുടെ ഉപദേശത്തെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉപേക്ഷിക്കണം. അത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കെട്ടിയിട്ടേക്കണം. അത് അങ്ങനെയാണ് ഈ ഉപദേശിച്ചു തരുന്ന അപ്പനും അമ്മയും ഉപദേശിച്ചു തരുന്നത്. ആരും ഇങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ നമുക്ക് കാണത്തില്ലായിരിക്കും. എന്നാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒരിക്കലും വേറൊരു തെറ്റായ വഴിയിലേക്ക് നടക്കാനായിട്ട് ഉപദേശിച്ചു കൊടുക്കത്തില്ല. മക്കളെ എങ്ങനെയാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്? നല്ല വഴിയിലൂടെ. എന്നാൽ ഈ അമ്മയപ്പന്മാരും ആ നല്ല വഴി നടന്നാലേ ഈ മക്കൾ അത് കേൾക്കത്തുള്ളൂ. ഇന്ന് പലരും ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ ആരാധനയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ്, ലോകം ചുറ്റാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മക്കളോട് പറയാണ്, ഇവിടെ കാലത്ത് രാവിലെ തന്നെ നീ അങ്ങ് ആരാധനയ്ക്ക് പോക്കണം കേട്ടോ, നീ സൺഡേ ക്ലാസ്സിന് പോയിരിക്കണം കേട്ടോ.
അവൻ കേൾക്കുവോ? കാരണം അപ്പനും അമ്മയ്ക്കും ഭയങ്കര ബിസിയാണേ. അവൻ കേൾക്കുവോ? കേൾക്കത്തില്ല. ഈ ആദ്യം ആരാധനയ്ക്ക് പോകേണ്ടത് അപ്പനും അമ്മയാണ്. അതിനെ പിന്തുടർന്ന് മക്കളും വരും. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയോ? പണ്ടുള്ളവർ പറയുന്ന പോലെ പാക്കായിരിക്കുന്ന സമയത്ത് മടിയിലിരുന്ന് കമ്മുകായിപ്പോയി, പിന്നെ മടി വെക്കാനൊന്നും പറ്റത്തില്ല. അതങ്ങ് അപ്പൻ്റെ അപ്പുറത്തോളം വളർന്നുപോയി. പിന്നെ എങ്ങനെ കേൾക്കുന്നത്? ഇതാണ് ഉപദേശത്തെ കൈക്കൊള്ളുന്നവരുടെ ഗുണങ്ങൾ. അതിൻ്റെ താഴോട്ടൂടെ പറഞ്ഞിട്ട് പറയാം. ഞാൻ അതിന്റെ 10ാമത്തെ വാക്യം പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് നടന്നാൽ മാത്രമേ എന്ത് സംഭവിക്കും? പക്ഷേ എന്താ വിട്ട്, അതിന്റെ താഴത്തേൽ പറഞ്ഞാൽ നിന്റെ കൽപ്പനകളെ വിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുത്. കാരണം ഇടവരാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ ഈ ലോകം പോകുന്ന പോക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകാനുള്ള പല സന്ദർഭങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ടാണ് മുന്നമേ യേശു കർത്താവ് പറഞ്ഞ എന്താ അറിയാമോ? ഭൂമിയിൽ മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. കാരണം പലരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകുന്നു. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് കപ്പയും കാന്താരി മുളകും പൊട്ടിച്ച് തിന്നിട്ട് ദൈവത്തെ ആരാധിച്ച കാലമല്ല ഇന്നത്തെ കാലം. ഇന്നത്തെ കാലം മാറിപ്പോയി. കാരണം അന്ന് മാതാപിതാക്കൾ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അവർ പട്ടിണി കിടന്നും അവർ ആഹാരം ചെവ്വരെ കഴിക്കാതെയും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഉന്നത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അനേക സ്ഥലങ്ങളിലേക്ക് അവർ കടന്നുപോയി. ലോകത്ത് പല സ്ഥലങ്ങളിലും കടന്നുപോയി. ഭൂരിപക്ഷം നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ പല രാജ്യങ്ങളിലുണ്ട്. 2ാം സ്ഥാനം യുഎക്ക് കിട്ടിയിട്ടുമുണ്ട്. 1ാം സ്ഥാനം യുഎസിനാണെങ്കിൽ 2ാം സ്ഥാനം യുഎക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്നത്തെ കാലത്ത് മാതാപിതാക്കൾ അവർ കണ്ണുനീരോടെ വിതച്ചതിന്റെ ഫലമാണ് ഇന്ന് മക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറപ്പ, വെറുപ്പ, അറിയത്തില്ല അതെന്താ സാധനം. ബർഗർ ആണെങ്കിൽ ഭയങ്കര അറിയപ്പെടുന്ന ഒരു സാധനമാണ്. അതും എവിടെ നിന്നൊക്കെ ഉള്ള ടേസ്റ്റാന്നുള്ള എല്ലാവർക്കും അറിയാം. ഏതൊക്കെ ബർഗർ മേടിച്ചാൽ ഏതൊക്കെ ടേസ്റ്റാന്നുള്ളത്. കാലം മാറിപ്പോയി. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നു, വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. കാരണം കഴിഞ്ഞ കാലങ്ങളെ പോലെ നിങ്ങൾ ജീവിക്കണമെന്നല്ല ഞാൻ ഉപദേശിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മെ വിട്ടുപോയ ചില കാലങ്ങളെ നമ്മൾ ഓർക്കണം. അത് ഓർക്കുമ്പോഴാണ് ഈ ദൈവവചനത്തെ, ദൈവം നടത്തിയ വിധങ്ങളെ നമുക്ക് മറക്കാൻ കഴിയത്തില്ലാത്തത്. അടുത്തതായിട്ട് യിരെമ്യാവിന്റെ പുസ്തകം 15:16 വായിക്കാം. ഈ നമ്മളിപ്പോ 10ാം വാക്യം വായിച്ചതിന് അനുബന്ധമായിട്ടുള്ള ഒരു വാക്യമാണ്. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഈ സൈന്യങ്ങളുടെ യഹോവ ദൈവത്തിന്റെ നാമം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ് വചനങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തി ഭക്ഷിക്കണം. അതിനൊരല്പ ത്യാഗം സഹിച്ചേ പറ്റത്തുള്ളൂ. കുറച്ചേറെ ഇരുന്നേ പറ്റത്തുള്ളൂ. ദൈവസന്നിധിയിൽ ഇരുന്നാൽ മാത്രമേ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ആ ഭക്ഷിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തന്നെത്താനെ അടങ്ങിപ്പോവും. ഇല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയോ? അവിടെ ഇവിടെ പോയി നിന്നിട്ട് നമ്മൾ തപ്പണ്ട വരും. വിശപ്പ് കൊണ്ട് അലഞ്ഞ് തിരിഞ്ഞ് ഉളിഞ്ഞ് നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതുപോലെ ആയിത്തീരും. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. എനിക്ക് വേണ്ടിയിട്ടുള്ളത് എവിടെയായിരിക്കുന്നത് എന്നുള്ളത്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇണയില്ലാത്ത ഒരു വാക്യങ്ങൾ പോലും ഇല്ല, ഒന്നിന് പകരം ഒന്നുണ്ട്. എനിക്കുള്ളത് എവിടെയായിരിക്കുന്നത് കണ്ടെത്തണം. അടുത്തതായിട്ട് അതിന്റെ 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടോ. ഓരോ വാക്യത്തിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ആമേൻ. പാപം ചെയ്യാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? വചനം വേണം ഹൃദയത്തിൽ. എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്യുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ വചനം ഉണ്ടോ? ഈ വചനത്തെ ഉള്ളിൽ വെച്ചിട്ടാണോ ഞാൻ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്? റോമാലേഖനത്തിലുണ്ട്, കൃപ പെരുകേണ്ടതിന് വേണ്ടി പാപം ചെയ്തുകൊണ്ടിരിക്കണോ? അല്ല.
കൃപ പെരുകേണ്ടതിന് വേണ്ടി പാവം ചെയ്തിട്ടല്ല കൃപയെ പെരുക്കേണ്ടത്. കൃപയെ പെരുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ട് ദൈവത്തിൽ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് കൃപ എന്ത് ചെയ്യുന്നത്? പെരുകുന്നത്. അതല്ലാതെ നമ്മൾ വെറും ഈ വചനം മാത്രം നമ്മൾ ഭക്ഷിച്ചാൽ മാത്രം പോരാ. അതിനോട് കൂടെ എന്ത് വേണമെന്നറിയോ? പ്രാർത്ഥന വേണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥന വേണം. അപ്പോൾ വചനം ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ വായിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു വിഷയത്തെ നാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടും. ഈ സമയത്ത് ആ വാക്യം ആ വചനം നമുക്ക് വെളിപ്പെട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? എത്ര ദൂരത്തുള്ള ഒരു കാര്യമായിരുന്നാലും ഞാൻ എൻ്റെ വചനം അയച്ച് സൗഖ്യമാക്കും. അപ്പൊ ഇത് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹൃദയത്തിൽ വചനത്തെ സംഗ്രഹിച്ചു കൊള്ളണം. അത് 12-ാമത്തെ വാക്യം പറയുന്നു, അതിന് മുമ്പായിട്ട് തന്നെ ഒന്നുകൂടെ പറയാം. ഈ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതാണെങ്കിൽ ഒരു വാക്യം കൂടെ വായിച്ചേട്ടെ പെട്ടെന്ന്. സങ്കീർത്തനം 119 തന്നെ 97-ാമത്തെ വാക്യം. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ അത് എന്റെ ധ്യാനമാകും. ആമേൻ. അപ്പോൾ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ അത് എന്റെ ധ്യാനമാകുന്നു. അപ്പൊ ധ്യാനിച്ചാൽ മാത്രമേ ഈ വചനം നമുക്ക് കിട്ടത്തുള്ളൂ, ഈ ദൈവവചനം നമുക്ക് കിട്ടുന്നത്. അതിന്റെ അടുത്തതായിട്ട് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് എന്റെ വായുടെ വിധികളെയൊക്കെ വർണ്ണിക്കും. ആമേൻ. നമ്മുടെ വായി അധരം കൊണ്ട് എന്ത് ചെയ്യണം? മറ്റു കാര്യങ്ങൾക്കല്ല, അതോടൊപ്പം ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അധരം കൊണ്ട് നിന്റെ വിധികളെ വർണ്ണിക്കണം. ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? വർണ്ണിക്കണം. നമ്മളൊരു ഒരു സാധനം കാണുമ്പോൾ അതിനെ നമ്മൾ കണ്ടിട്ട് കാണാതെ പോവാം, എന്നാൽ അതിനെ രസിച്ച് നോക്കാനും നമുക്ക് കഴിയും. എന്നാൽ ഒന്ന് നമുക്ക് രുചിച്ച് അടുത്ത് പോയിട്ടൊന്ന് രുചിച്ച് നോക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനത്തെ രുചിച്ചറിയണം. അതിന് വായിക്കാം. 71-ാം സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യം. എന്റെ വായ ഇടപെടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും, അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. അപ്പം ഉരുവിട്ട് പോകുമ്പോൾ അതിന്റെ സംഖ്യ അറിയത്തില്ല. പ്രാർത്ഥിക്കുന്ന സമയം ഒരു 2 വാക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ മടുക്കുക മനുഷ്യൻ. അത് ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്. ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുള്ള കാര്യമാണ്. പലരും പ്രാർത്ഥിക്കുന്നത് പോയിരുന്നിട്ട് ആദ്യം സ്വോത്രം എന്ന് പറയും. അത് കഴിയുമ്പോഴത്തേന് അവരെ രക്ഷിക്കണം, ഇവരെ രക്ഷിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ആമേൻ. അങ്ങനല്ല. ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഒരല്പസമയം ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കണം. നമ്മൾ എങ്ങനെയാണ് പോരാടുന്നത്? ആദ്യം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ പിശാച് നമ്മുടെ പ്രാർത്ഥനയെ തടുക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാതെ വണ്ണം നമ്മെ തടസ്സപ്പെടുത്തും, അരോചകപ്പെടുത്തും. ഇങ്ങനെ വരുമ്പം ആ സമയത്ത് നമ്മൾ പോരാടി ജയിച്ചു കഴിയുമ്പോൾ ആണ് പ്രാർത്ഥനയ്ക്ക് ഒരു വിടുതൽ കിട്ടുന്നത്, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊരു വിടുതൽ കിട്ടുന്നത്. അതേ ഇതിൽ തന്നെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച്. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ചട്ടങ്ങളിൽ നിന്റെ വചനത്തെ മറക്കുകയുമില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ മറക്കരുത്. സങ്കീർത്തനം 50-22 ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീഴ്ക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ആമേൻ. ഹല്ലേലൂയ. മറക്കരുത്. ദൈവത്തെ എന്ത് ചെയ്യണം? ഓർക്കുന്നവർ ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും മറക്കാതെ എന്ത് ചെയ്യണം? എല്ലാ വഴികളിലും ദൈവത്തെ ധ്യാനിച്ചു കൊള്ളണം. കാരണം ഇവിടെ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയാണ് എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നതെന്നറിയോ? അതിന്റെ ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 1:21. ആകയാൽ എല്ലാ അഴുക്കും
ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടുകൂടെ കൈക്കൊള്ളുവീൻ. അത് ഉപദേഷ്ടാക്കന്മാർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. എന്ത് ചെയ്യണം? എല്ലാവിധ അഴുക്കും ദുഷ്ടതയും ചതിയും വഞ്ചനയും വിദ്വേഷവും വിട്ട് ഭക്തിയിൽ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. വചനത്തെ കൈക്കൊണ്ടാൽ മാത്രമേ എന്താ സംഭവിക്കുന്നത്? ഇന്ന് പലരും വചനത്തെ അല്ല കൈക്കൊള്ളുന്നത്, അവനവന്റെ പോക്കറ്റിനെയാണ് കണ്ടുകൊണ്ടാണ് വചനം പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു മാസത്തെ ചെലവ് എങ്ങനെ കഴിഞ്ഞു പോകുന്നുള്ള രീതിയിലാണ് ദൈവവചനത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ദൈവവചനത്തെ പ്രസംഗിക്കേണ്ടത്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമെല്ലാം നിന്നെ പിന്തുടരുമെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. അവൻ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മെ ഒരു നാൾ കൈവിടാത്ത ദൈവമാണ്, നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. മോശയോട് കൂടെ ഇരുന്ന ദൈവം, യോശുവയോട് കൂടെ ഇരുന്ന ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മോട് കൂടെ ഇരിക്കുമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്ക് മാറാത്ത ദൈവമാണ് ഇന്ന് നമുക്ക് കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മുടെ പരിഭ്രമം, നമ്മുടെ പ്രയാസം, നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ഇല്ലായ്മ, ഹല്ലേലൂയ, സ്തോത്രം ഒന്നുമല്ല നാം ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടത്. ദൈവസന്നിധിയിൽ നാം വരുമ്പോൾ ഹല്ലേലൂയ, ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ആര് പറഞ്ഞു? അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു വാക്യമാണത്. ഒരൊറ്റ പ്രസംഗം കൊടുത്തപ്പോൾ ഹല്ലേലൂയ, ഒരു കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടാൻ ഇടയായിത്തീർന്നു, ഒരു ദേശം രക്ഷിക്കപ്പെടാൻ ഇടയായിത്തീർന്നു. ഒരു ശമരിയക്കാരി യേശുവിനെ കണ്ടപ്പോൾ അതുവരെ കാണാത്ത ഒരു സന്തോഷം അവളുടെ ജീവിതത്തിൽ വന്നു. ആ ദേശത്തെ മുഴുവൻ, ശമരിയ ദേശത്തെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഇടയായിത്തീർന്നു. എനിക്ക് നിങ്ങൾക്കും കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഉറങ്ങി തീർത്ത്, നമ്മൾ ഹല്ലേലൂയ ഒരു ലീവ് കിട്ടുന്നു, അന്നത്തെ ദിവസം ഉറങ്ങി തീർക്കണം എന്നല്ല ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവര്, ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ, ഉണർന്നിരിക്കുന്നവൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്തി കളയരുത്. കണക്ക് കൊടുക്കേണ്ടവരാണ്. ഞാനും കൊടുക്കണം, നിങ്ങളും കൊടുക്കണം. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയാണ് ദൈവത്തിന്റെ വചനം. അത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കൊടുക്കണം കണക്ക്, കേൾക്കുന്ന നിങ്ങളും കൊടുക്കണം. നമ്മെ രക്ഷിച്ച ദൈവമുണ്ട്. കാരണം സത്യസഭ എന്നുള്ളത് മനസ്സിലാക്കണം. അതല്ലാതെ ആരാധനയ്ക്കും വരാം, സിനിമയ്ക്കും പോവാം, മറ്റു പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കാം എന്നുള്ള ചിന്ത മാത്രം നമ്മൾ വെക്കരുത്. ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾ, കർത്തൃമേശ പങ്കെടുക്കുന്ന ദൈവമക്കൾ, അവർ വിശുദ്ധിയും വേർപാടും ആചരിക്കേണ്ടവരാണ്. ആ വിശുദ്ധിയും വേർപാടിൽ ഇരുന്നാൽ മാത്രമേ അവർക്ക് ദൈവസന്നിധിയിലേക്ക് വളരാൻ കഴിയത്തുള്ളൂ. അല്ലാതെ പക്ഷം നമ്മൾ ലോകത്തിന്റെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരുടെ ഒപ്പം നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു എട്ടും പിടിയും നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ മക്കളെ പോലും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമ്മുടെ സന്തതികളെ പോലും നേർവഴി നടത്താൻ നമുക്ക് കഴിയത്തില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അവൻ ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് കൊണ്ട്. കാരണം ഈ വചനത്തെ കഴുത്തിൽ കെട്ടിയിടുക. ഉണരുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നിന്നെ ഹല്ലേലൂയ, സ്തോത്രം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരും. നീ വേറൊരു വഴിയിലൂടെ നീ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതല്ല മകനെ നിന്റെ വഴിയെന്ന് നിന്നെ കാണിച്ചു തരാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.